ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. റാഗി വെച്ചിട്ടാണ് ഞാനത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ റാഗിപ്പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. റാഗിക്ക് കുറേ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതുകൊണ്ട് ഇത് ഏത് പ്രായക്കാർക്കും ദിവസവും കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഡയബറ്റിക് പേഷ്യൻസിന് റാഗി ദിവസവും കഴിക്കുകയാണെങ്കിൽ അവരെ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ ഇത് നന്നായിട്ട് സഹായിക്കും. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഒട്ടും കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്കിത് നല്ലൊരു സ്മൂത്ത് ബാറ്ററായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ റാഗി ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സോസ് പാനിൽ 1/2 കപ്പ് വെള്ളം ചൂടാക്കി എടുത്തിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച റാഗി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. റാഗി ചേർത്ത ഉടനെ തന്നെ നമുക്കിത് മിക്സ് ചെയ്ത് എടുക്കണം, അല്ലെങ്കിൽ ഇത് കട്ട കുത്തി പോവും. ഇനി ഇത് നന്നായിട്ട് തിളച്ച് കിട്ടുന്നവരെ നമുക്ക് നിർത്താണ്ട് ഇതുപോലെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ അത് നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് 2 മിനിറ്റ് നേരത്തേക്ക് റാഗി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുന്നവരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ അത് നന്നായിട്ട് തണഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സി ജാറിലേക്ക് 6 സോക്ക് ചെയ്ത് വെച്ച ബദാം തൊലിയൊക്കെ കളഞ്ഞിട്ട് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി ഞാൻ 2 ഈത്തപ്പഴം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാനൊരു ചെറിയ കഷ്ണം ക്യാരറ്റ് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചിയ സീഡ്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിയ സീഡ്സിലും ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ്. പിന്നെ ഇതൊക്കെ അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ കുറുക്കി വെച്ച റാഗി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് അടിച്ചെടുത്തതിൻ്റെ ശേഷം നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു ഡ്രിങ്ക് നന്നായിട്ട് സഹായിക്കും. പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് ഷുഗറൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ഇത് വളരെ ഹെൽത്തിയാണ്. ഇനി ഒരു അലങ്കാരത്തിന് വേണ്ടിയിട്ട് നമുക്കൊരു ഈത്തപ്പഴം ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. കുറച്ച് ബദാം സ്ലൈസ് ചെയ്തതും ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ റാഗി വെച്ചിട്ടുണ്ടാക്കിയ ഈ ഒരു ഹെൽത്തി ഡ്രിങ്കിൻ്റെ റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.